അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതിമത ഭേദമന്യം സർവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുട്ടിച്ചാത്തനെ കുറിച്ചാണ്. കുട്ടിച്ചാത്തൻ ദേഹത്ത് കയറിയ ഉണ്ടാവുന്ന ഉപദ്രവങ്ങൾ, കുട്ടിച്ചാത്തൻ നമ്മുടെ വീട്ടിൽ കയറിയാലുണ്ടാവുന്ന ഉപദ്രവങ്ങൾ, സ്വർണവും പണവും നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. കുട്ടിച്ചാത്ത സംബന്ധമായിട്ട് സ്വർണവും പണവും നഷ്ടപ്പെടാറുണ്ട്. അതിനെക്കുറിച്ചിട്ട് നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള വീഡിയോസുകളാണ്. നിങ്ങൾക്കറിയാം, മനസ്സിലാവുന്നവർക്ക് മനസ്സിലായി കാണും, നമ്മുടെ വീഡിയോകൾ നമ്മുടെ അനുഭവം വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ വേറൊരു വീഡിയോയും ചെയ്യുന്നില്ല. അപ്പോൾ ഈ കുട്ടിച്ചാത്തൻ ദേഹത്ത് കയറിയാലും ആരും ചെയ്യാതെ കയറുന്ന മൂർത്തികളിൽ പെട്ട ഒരു മൂർത്തിയാണ് കുട്ടിച്ചാത്തൻ. ആരും ചെയ്യാതെയും കയറും, ആരെയും ചെയ്താലും കയറും. അപ്പോൾ ഒരാൾ ചെയ്ത് പ്രാർത്ഥിച്ച് വിട്ടാലും കയറും, അല്ലാതെയും കയറുന്ന ഒരു മൂർത്തികളുടെ ഇടയിലുള്ളതാണ്. ആരും ചെയ്യാതെ കയറുന്ന മൂർത്തികൾ എന്ന് പറയുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കുട്ടിച്ചാത്തൻ വിട്ടുപോയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ കുട്ടിച്ചാത്തനും അങ്ങനെ കയറുന്നതാണ്, ആരും ചെയ്യാതെയും കയറും. അപ്പോൾ ഈ കുട്ടിച്ചാത്തൻ്റെ ഉപദ്രവങ്ങൾ പല തരത്തിലാണ്. മൂപ്പര് കുട്ടിയാണ്, ശരിക്കും പറഞ്ഞാൽ മൂപ്പരെ രീതി അങ്ങനെ, മൂപ്പര് കുട്ടിപ്രായമാണ് മൂപ്പർക്ക്. അപ്പോൾ മൂപ്പരെ രീതികൾ എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് കുറച്ച് കുട്ടിക്കളിയും കൂടുതലാണ്, ഗൗരവത്തിലുള്ള കളിയും കൂടുതലാണ്. രണ്ട് തരത്തിലാണ് മൂപ്പര പ്രവർത്തനം. അപ്പോൾ മൂപ്പര് നമ്മുടെ വീട്ടിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വിട്ടിട്ടോ അല്ലാതെ ശരീരത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ കൂടിയിട്ട് മൂപ്പര് ഉപദ്രവിക്കുന്ന പരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയും ശരീരത്തിലായിട്ടോ അല്ലാതായിട്ടോ വിട്ടിട്ടോ വിടാതെ ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ വീട്ടിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ മൂപ്പര് ചെയ്യുന്ന കുറച്ച് പ്രവർത്തികളാണ് ഞാൻ പറയുന്നത്. ഈ കുട്ടികൾ നമുക്കൊക്കെ കുട്ടികളുണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിലുള്ള. അപ്പോൾ ഈ കുട്ടികളെ തമ്മിൽ തല്ലുപിടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും ഈ കുട്ടികൾ സാധാരണ മക്കൾ തല്ലുകൂടുമല്ലോ, അങ്ങനെ വിചാരിക്കും. പിന്നെ നമുക്ക് തന്നെ തോന്നി, എന്ത് മക്കളാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ലോകത്തില്ലാത്ത മക്കളെ വരും വെറുതെ ചെയ്ത് ഒരു കാരണമില്ലാതെ ഇവർ അങ്ങോട്ട് തൊട്ടി അങ്ങോട്ട് തല്ലി ഇങ്ങോട്ട് തല്ലി എന്ന് പറയുന്നു. അത് അങ്ങോട്ട് ചവിട്ടണു, ഇടിയ ചവിട്ടണു, വികൃതി ചവിട്ടണു. ഇവരെ എന്തോ ഒരു ഒരുമല്ലാതെ ഇങ്ങനെ തല്ലുകൂടണമെന്ന് വിചാരിക്കും. കുട്ടികളും കൊണ്ട് തല്ലി പഠിപ്പിക്കും. ഇതൊക്കെ നമ്മൾ കണക്ക് നോക്കി കണ്ടുപിടിച്ചുള്ള കേസുകളാണ് പറയുന്നത്, വെറുതെ എന്ന് പറയുന്നതല്ല. അപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ നമ്മളോട് കുട്ടികൾ തമ്മിൽ വെറുതെ തല്ലുകൂടിയും കൊണ്ടിരിക്കുക, ഒരു സ്ഥലമാകില്ല ഉസ്താദെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിച്ച കേസുകളാണ് പറയുന്നത്. അവർ കുട്ടികളെ കൊണ്ട് തല്ലുപിടിപ്പിക്കുക. ഇതൊരു കുട്ടിച്ചാത്തൻ്റെ ഒരു തമാശയാണ്, അവർക്ക് ഒരു തമാശയാണ്. അതുപോലെ സ്വർണവും പണവും നഷ്ടമാവുക. വീട്ടിലിരിക്കുന്ന ഭദ്രമാക്കി അലമാറയിൽ വെച്ച സ്വർണം കാശടക്കം കാണാതാവും. നമ്മൾ കാണാതാവുമ്പോൾ ആരെങ്കിലും എടുത്തുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ എടുത്തുണ്ടാവും, അതല്ലെങ്കിൽ ആരെങ്കിലും വന്നപ്പോൾ എടുത്തുണ്ടാവും നമ്മൾ വിചാരിക്കും. എന്നല്ലാതെ എടുക്കും. എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ കുറേ കേസുകൾ വന്നിട്ടുണ്ട്. അതിലൊരു അനുഭവമാണ് പറയുന്നത്. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഒരു പെട്ടിയിൽ കുറേ കാശിട്ട് വെച്ചു. പെട്ടിയിൽ കാശിട്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ ദിവസം 100-200 വെച്ചിട്ട് ഇടാറുള്ളതാണ്. അപ്പോൾ എനിക്ക് ഏകദേശം നമുക്ക് അറിയാമല്ലോ ഞാൻ ഇടുന്ന കാശിൻ്റെ ഒരു കണക്ക്. കറക്റ്റ് എഴുതി വെച്ചില്ലെങ്കിൽ ഏകദേശം ഒരു കണക്കുണ്ടാവുമല്ലോ ദിവസം ഇടുന്നവർക്ക്. അപ്പോൾ ഈ ദിവസം ഞാൻ അങ്ങനെ ക്യാഷ് ഇടുമ്പോൾ ഏകദേശം ഒരു കണക്കിൽ ഒരു എമൗണ്ട് ഉണ്ട്. ഞാനൊരു ആവശ്യം വന്നപ്പോൾ എടുത്തു നോക്കുമ്പോൾ പകുതി കാശുള്ളൂ, അതിൽ കാശ് കുറവാണ് കാണുന്നത്. ഇതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ ബേസിൽ നിന്നും പോകാറുണ്ട്. എൻ്റെ ഈ പെട്ടിയിൽ നിന്ന് വെച്ച പെട്ടി ഇപ്പോൾ കൈ കൊടുക്കാമെന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഇതിലിട്ട് വെച്ചിരുന്നു. ഏകദേശം ഞാൻ കണക്ക് കൂട്ടിയ കാശൊന്നുമില്ല, എൻ്റെ കണക്കിലുള്ള കാശൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ഇത് കുറേ നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ എനിക്ക് തുടരിയ കാരണം ഞാൻ ഉസ്താദ് ഒരു കാര്യം ചെയ്തു, ഞാൻ എഴുതി വെക്കൽ തുടങ്ങി. ഞാൻ പെട്ടിയിട്ട് തന്ന കാശ് അങ്ങനെ തന്നെ എഴുതി വെച്ചപ്പോൾ ആൾ പറഞ്ഞത് ഒരു 9,000 എന്നാണ് എൻ്റെ ഒരു ധാരണ. 9,000 രൂപയുണ്ട് അയാൾ ഇട്ടിട്ടുണ്ട് പെട്ടിയിൽ. അയാൾ എടുക്കാൻ പോയപ്പോൾ അത് 4,000 5,000 ആണ്ടാണ് ആൾക്ക് കിട്ടിയത്. എന്നോട് അമ്മ അങ്ങനെ പറഞ്ഞത്, 4,000 ആണോ 5,000 ആണോ. അപ്പോൾ ബാക്കി കാശ് പോയി. 4,000 ആണെങ്കിൽ 5,000 പോയി, 5,000 ആണെങ്കിൽ 4,000 പോയില്ലേ, 9,000 ഉറുപ്പ്യ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ആയപ്പോഴാണ് ഉസ്താദ് എനിക്ക് സംശയം തോന്നി തുടങ്ങി. എൻ്റെ അത് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്, ഏകദേശം എനിക്കൊരു കണക്കുണ്ട് ഇട്ടത്. പക്ഷേ ഞാൻ ഒരു അത്യാവശ്യം വന്നിട്ട് എടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് പതി കൈ കിട്ടുന്നുള്ളൂ. എൻ്റെ ഭാര്യയുടെ പൈസ ഒന്നും പോകുന്നുണ്ട്.
ഞാൻ അങ്ങനെ സംശയം തോന്നിയപ്പോൾ ഞാൻ എഴുതി വെക്കൽ തുടങ്ങി ഉസ്താദ്. അപ്പോൾ ഞാൻ 9,400 ഉറുപ്പ്യ ഞാൻ ഇട്ടിട്ടുണ്ടായില്ല. എനിക്ക് കിട്ടിയത് ഇത്രയാണ്, 4,000 5,000 പറഞ്ഞാൽ അത്ര എനിക്ക് ക്യാഷ് കിട്ടിയത്. അപ്പോൾ ബാക്കി കാണാനില്ല. ശരിക്കും ഇന്ന് കൈയിട്ട് എടുക്കാൻ പറ്റില്ല, ഇടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്കൊന്നും അറിയണം. അത് പല പന്തിയായി ഇങ്ങനെ നഷ്ടപ്പെടുന്നത്. ലാസ്റ്റാണ് എഴുതി വെച്ചത്. അങ്ങനെ പറഞ്ഞിട്ട് ഞാനത് കണക്ക് നോക്കി നോക്കുമ്പോൾ കുട്ടിച്ചാത്തന്നെയായിരുന്നു. ഒരു കുട്ടിച്ചാത്തൻ എന്ന് ക്യാഷ് എടുക്കണം, അവർക്ക് എടുക്കണമെങ്കിൽ ഇപ്പം നമ്മളെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ കുട്ടിച്ചാത്ത അതിന് ക്യാഷ് എടുത്ത് പോയിക്കാം. അപ്പോൾ ഒരു സ്വർണം കാണാതായ കുറേ കേസുകൾ നമ്മൾ കണക്ക് നോക്കിയപ്പോൾ കുട്ടിച്ചാത്ത എടുത്ത് പോയിക്കാം. അപ്പോൾ കേൾക്കുന്നത് വിചാരിക്കുമ്പോൾ എന്താ കുട്ടിച്ചാത്തനിക്ക് എന്തിനാ സ്വർണ്ണം കാശ്? മൂപ്പർക്കൊരു തമാശയാണ്. മൂപ്പര് ചിലപ്പോൾ ഇവിടെ നിർത്തിട്ട് അപ്പുറത്ത് കൊണ്ടുവെക്കും, ചിലപ്പോൾ ഈ ആൽമാറ നിർത്തി ആൽമാറ കൊണ്ടുവെക്കും, ചിലപ്പോൾ ഈ ആൽമാറ നിർത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കും, ചിലപ്പോൾ നിർത്തിട്ട് തോൽക്കിട്ടൊന്നും വരും. മൂപ്പർക്കൊരു തമാശയാണ്. അപ്പോൾ സ്വർണ്ണം എടുത്തിട്ട് തൂരിക്കിടുക, കാശ് എടുത്തിട്ട് തൂരിക്കിടുക, അല്ലെങ്കിൽ കാശ് എടുത്തിട്ട് അപ്പുറത്ത് വെക്കുക, ഇപ്പുറത്ത് വെക്കുക, അവർ വീട്ടിലിരിക്കുന്ന കുട്ടികളെ കൊണ്ട് തല്ലുപിടിപ്പിക്കുക. അതുപോലെ വേറൊരു കേസ്, ഒരു ദർസ് കുട്ടിയാണ്, നമ്മൾ പേര് പറയുന്നില്ല, ഒരു ഉദാഹരണം മാത്രം. അപ്പോൾ ഈ കുട്ടി ദർസിൽ പോയാലൊക്കെ ഈ കുട്ടി ഇങ്ങനെ മറ്റുള്ള കുട്ടികളുടെ മുകളിൽ കക്കുക. കാരണം ദർസ് എന്ന് പറയുമ്പോൾ നല്ലതിൽ പഠിക്കുന്ന നല്ല മുത്താലിമാവുന്നവരൊന്നും ഈ പണി ചെയ്യില്ല സാധാരണ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ എല്ലാവരും കക്കുക, പല ഇതുമാണ്. അങ്ങനെ പല ദർസൊന്നും ഈ കുട്ടീനെ പുറത്താക്കി വേറെ ദർസ് കൊണ്ട് ചേർത്തി എവിടെ ചേർത്താലും ഈ കുട്ടി ദുശ്ശീലങ്ങളാണ്. അപ്പോൾ ആ കുട്ടിയോട് ആ കുട്ടിയുടെ ഉമ്മ എന്നെ വെച്ച് എന്താ മോനെ എങ്ങനെ ചെയ്യുന്നു വെച്ചപ്പോൾ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ, ഉമ്മ ഞാൻ വേണച്ചിട്ടല്ല, എനിക്കങ്ങനെ ചെയ്യാൻ തോന്നും, ഞാൻ എങ്ങനെ എടുക്കില്ല എന്ന് വിചാരിച്ചാലും എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മ വെച്ച് എന്താ മോനെ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചപ്പോൾ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ, അമ്മ ഞാൻ എടുക്കില്ല എന്ന് വിചാരിക്കും, പക്ഷേ പിന്നെ എന്നോട് എനിക്ക് അങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ എടുക്കാൻ തോന്നുകയാണ്, ഞാൻ എന്താ ചെയ്യുക, ഞാൻ മനഃപൂർവ്വം എല്ലാം എടുക്കുന്നത്. ഇങ്ങനെ കേസ് നമ്മുടെ അടുക്കൽ വന്ന് നമ്മൾ നോക്കിയപ്പോൾ ഈ കുട്ടിയുടെ പേര് കുട്ടിച്ചാത്തൻ കുടിക്കുക. അപ്പോൾ ഈ കുട്ടീനെ കൊണ്ട് മോഷ്ടിപ്പിക്കുക. ഞാൻ പറഞ്ഞത് ഒഴിവാക്കിക്കാളെ, അല്ലെങ്കിൽ വലിയ കേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കേസ് മുട്ടാവും. ഇത് ചെറിയ കാശുകൾക്ക് പോയി വലിയ എന്തായാലും കുട്ടി എന്തായാലും മോഷ്ടിച്ച് കഴിഞ്ഞാൽ ഇത് കയറി തന്നപ്പോൾ പോലീസുകാരോടും കോടതിയിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ജയിലിൽ പോകേണ്ടി വരും, വലിയ എമൗണ്ടിൻ്റെ ഒക്കെ കേസിൽ പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് ഉള്ള സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ദേഹത്ത് കയറുക, അല്ലെങ്കിൽ കൂടെ നടക്കും കുട്ടികളുടെ കൂടെ നടന്നിട്ട് കുട്ടികൾക്ക് ഓരോ മുതൽ കാണുമ്പോൾ അവിടുന്ന് എടുക്കാൻ തോന്നും. അപ്പോൾ സ്വർണ്ണമാണെങ്കിലും കാശാണെങ്കിലും അവർക്ക് മോഷ്ടിക്കാൻ തോന്നും, അവർക്ക് ഇങ്ങനെ എടുക്കാൻ തോന്നിപ്പിക്കും. അവർ കുട്ടികളെ അടുത്ത് ഇങ്ങനെ മൂപ്പര് നിന്നിട്ട് 2 കുട്ടികളുണ്ടെങ്കിൽ മൂപ്പരിങ്ങനെ നിന്നിങ്ങനെ മൂപ്പരിങ്ങനെ മനസ്സിൽ മൂപ്പരോട് വിചാരിക്കുമ്പോൾ അതുപോലെ ആവലാണ്. മൂപ്പരെ കഴിവ് കൊണ്ട് ഈ 2 കുട്ടികളിങ്ങനെ തല്ലുപിടിപ്പിക്കുക, വികൃതി കാട്ടിക്കുക. ഇതൊക്കെ മൂപ്പർക്ക് ഒരു രസമാണ്. അപ്പോൾ മൂപ്പരൊരു ഈ കുട്ടികളമാരൊരു കുട്ടിച്ചാത്തനിക്കൊരു കളിയാണ് മറ്റുള്ളവരുടെ കുട്ടികളെ തമ്മിൽ തല്ലുപിടിപ്പിക്കുക, കുട്ടികളെ കൊണ്ട് ഓരോന്ന് മോഷ്ടിപ്പിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കുട്ടികളെ കൊണ്ട് മോഷ്ടിപ്പിക്കലും അല്ലാതെ തന്നെ സ്വർണ്ണങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൂരക്കിടുക, കാശെടുക്കുക. ഇങ്ങനത്തെ കേസുകൾ കുറേ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു രീതികൾ കുട്ടിച്ചാത്തണ്ട്. മൂപ്പര് കുട്ടികളുടെ കൂട്ടത്തിൽ മൂപ്പരിങ്ങനെ കളിച്ച് നടക്കും, മൂപ്പരിങ്ങനെ ഓരോന്ന് ആട്ടം ചെയ്യും. ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ ഗൗരവമായിട്ടുള്ള ഇത് മൂപ്പര് തമാശയാണ്. ഗൗരവമായിട്ടുള്ളൊരു ഇതാണ് കുട്ടിച്ചാത്തൻ്റെ കല്ലേറ് എന്ന് പറയും. കുട്ടിച്ചാത്തന്നെ പ്രാർത്ഥിച്ച് വിടേണ്ടവർ നേരെ പോലെ അങ്ങോട്ട് വിട്ടാൽ പിന്നെ മൂപ്പര് സ്ട്രോങ്ങാണ്. അങ്ങനത്തെ കേസുകൾ കുറേ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒപ്പം കൂടിയിട്ടൊക്കെ പോയിട്ട് ഒഴിവാക്കിയ കുറേ കേസുകളുണ്ട്. കുട്ടിച്ചാത്തൻ്റെ കല്ലേറ് ഒരു കോട്ടേഴ്സിൽ ഇതൊരു സംഭവം ഉണ്ടായി. കോട്ടേഴ്സാണ് അതിൽ ഈ നേരക്കുള്ള ഒരു വീട്ടിൽ മാത്രമാണ് ഈ ഏറുള്ളൂ. മറ്റുള്ള റൂമുകൾക്കൊന്നുമില്ല. കല്ലെടുത്ത് എറിയുക, പുറത്തുനിന്ന് ഇങ്ങനെ കല്ലിങ്ങനെ വരുന്നതാണ്, കല്ലെടുത്ത് ഇങ്ങനെ എറിയുക. അതുമാതിരി ചെമ്പരൻ്റെ മുകളിലുള്ള ക്ലോക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എറിയുക, അലുമാറയിൽ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്തിട്ട് എറിയുക. എവിടെയൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചാൽ ആ വീട്ടിൽ എറിയാത്ത സാധനമൊന്നുമില്ല. ആ വീട്ടിൽ ചെമ്പരമ്പ ഇരിക്കുന്ന ക്ലോക്കുകളും അതുപോലെ ഫോട്ടോസുകൾ പല സാധനങ്ങളൊക്കെ ചെമ്പരമ്പ തൂക്കിയിട്ടത് അണിമ വെച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് എറിയുക. അലുമാറയിൽ ഭദ്രാക്കി ഏത് സുക്കേസിൽ വെച്ച സാധനങ്ങൾ ഒക്കെ എടുത്തിട്ട് ഓരോ പാത്രങ്ങളും സാധനങ്ങളും എന്തൊക്കെ ആ വീട്ടിലെടുത്തിട്ട് എറിയലും ആകെ നശിപ്പിക്കലാണ്. ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലുള്ള മുതലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പുറത്തേക്ക് എറിയലും അകത്തേക്ക് എറിയലും അങ്ങോട്ട് കൂടെ കയറും. പിന്നെ പുറത്തുനിന്ന് കല്ലെടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നത് വേറെ.
ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഒക്കെ എറിഞ്ഞ് നശിപ്പിക്കും. പിന്നെ പുറത്തുനിന്ന് കല്ല് ഇങ്ങോട്ട് വരും, കല്ലെറിയൽ. പുറത്തുനിന്ന് കല്ലെറിഞ്ഞിട്ട് പല ഗ്ലാസ്സുകൾ പൊട്ടിക്കുക, പല സാധനങ്ങൾ പൊട്ടിക്കുക, ആകെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഇതാണ് കുട്ടിച്ചാത്തൻ്റെ കല്യാണം. അത് നമ്മളൊക്കെ പോയി മാറ്റി. അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ പലതും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടിച്ചാത്തനെ അത്രയും സേവിച്ചിരിക്കുന്ന ഒരു നേരെ വിട്ട് വരുന്നതാണ് കുട്ടിച്ചാത്തൻ്റെ കല്യാണം പറഞ്ഞാൽ. ഇങ്ങനത്തെ സംഭവങ്ങൾ സാധാരണ പ്രാർത്ഥിച്ചു വിട്ടാലൊന്നുമില്ല. മൂപ്പര് ശരിക്കും പ്രാർത്ഥിക്കണ പോലെ പ്രാർത്ഥിച്ച മൂപ്പരാണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ ജാതി പണിയൊക്കെ പണിയാണ്. വീട്ടിലിരിക്കാൻ സമ്മതിക്കില്ല. കാരണം വീട്ടിലുള്ള മൂലമൊക്കെ എടുത്തിട്ട് എറിഞ്ഞ് നശിപ്പിച്ച് നമുക്ക് പേടിയാവുകയും ചെയ്യും. കാരണം എല്ലാ മൂലം ഇങ്ങനെ ചമ്മന്മരിക്കണ മൂലമൊക്കെ എടുത്തിട്ട് വീണത്, അലമാര ഇരിക്കണ മൂലം വീഴുക. പിന്നെ പുറത്തുനിന്ന് കല്ലാണ് വരുന്നത്, ഒരു കല്ല് രണ്ട് കല്ലൊന്നുമല്ല, കല്ലെടുത്ത് എറിയുക കാര്യങ്ങളൊക്കെ. പിന്നെ ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കില്ല. ഭക്ഷണത്തിൽ പണ്ട് കാരണന്മാരൊക്കെ പറയുന്നേക്കാം, ഭക്ഷണത്തിൽ മല, മൂത്രം, പിന്നെ മുട്ടികൾ, ഇതൊക്കെ. ഭക്ഷണം നമ്മുടെ മുന്നിൽ കൊടുത്തൊക്കെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ അതിലില്ലാത്തൊന്നും ഉണ്ടാവില്ല. അതെന്താ വെച്ചാൽ മൂപ്പരാണ്ട് ആക്കാൻ വിചാരിച്ചാക്കും. പല കോലത്തിലാണ്. കുട്ടിച്ചാത്തം പറഞ്ഞാൽ ഭയങ്കര മൂർത്തി തന്നെയാണ്, നിസ്സാരമല്ല. കുട്ടിച്ചാത്തൻ്റെ കല്ലേറും കുട്ടിച്ചാത്തൻ ഭക്ഷണത്തിൽ കാട്ടുന്നതും വീട്ടിലുള്ള സാധനങ്ങൾ എറിഞ്ഞ് നശിപ്പിക്കുന്നതും അതുപോലെ സ്വർണവും പണവും എടുത്ത് അവിടെ ഇവിടെ കൊണ്ടുപോയി ഇടുക, എടുത്ത് മാറ്റുക, കുട്ടികളെ തമ്മിൽ തല്ലുപിടിപ്പിക്കുക, കുട്ടികളെ കൊണ്ട് ഇടിപ്പിക്കുക, ഇങ്ങനെയുള്ള പല സംഭവങ്ങളും വന്നിട്ട് ഇതൊക്കെ ഒരു തമാശല്ല, ഗൗരവമായിട്ട് എടുക്കുന്ന കേസുകളാണ്. ഇങ്ങനെ ഒക്കെ വീട്ടുകളിൽ പല സംഭവങ്ങളും നടക്കും. പക്ഷെ കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ അപ്പോൾ ആ തുടക്കത്തിലെ മാറ്റിയില്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിങ്ങനെ ശീലമായിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ കുഴപ്പമില്ല. അത് കുട്ടികൾ പോയിട്ട് അന്യ ആൾക്കാരെ നിന്ന് കൊടുത്തു വലിയ എമൗണ്ടിലേക്ക് ഒക്കെ എടുക്കലും കാര്യങ്ങളൊക്കെ വന്നാൽ കേസും കൂട്ടും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുട്ടിച്ചാത്തന്നെ ഏത് ചെയ്യിപ്പിച്ചെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, അതിനൊന്നും തെളിവുണ്ടാവില്ല. ഇങ്ങനത്തെ കേസുകൾ കുടുംബത്തിലുണ്ടെങ്കിൽ ഒക്കെ ഒഴിവാക്കുക. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി വരും. ഏത് മൂർത്തി കയറിയാലും തുടക്കത്തിൽ മാറ്റണ മാതിരിയല്ല. പഴക്കം ചെല്ലണത്തോളം എനിക്ക് പിന്നെ പോകാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ അത്രയും പണിയൊക്കെ എടുക്കേണ്ടി വരും. അതാണ് പലയിടത്തും പോയിട്ട് 50-60 വർഷം കഴിഞ്ഞ കേസൊക്കെ നമ്മളെടുത്ത് വരുന്നത്, പലയിടത്തും പോയിട്ട് മാറാതെ വരുന്നത്. എന്നിട്ടൊക്കെ നമ്മളത് ഷിഫായതിൻ്റെ അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെ തുടക്കത്തിൽ നമ്മൾ മാറ്റിയില്ലെങ്കിൽ പഴക്കം ചെന്നാൽ മാറാൻ ബുദ്ധിമുട്ടാവും കൊണ്ടാണ് ചിലയിടത്ത് മാറാതെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക. പിന്നെ അപ്പോൾ നമ്മുടെ നമ്പർ 95 62 23 41 28. നമ്മൾ നേരിട്ട് വരാതെയും കണക്കൊക്കെ ഫോണിൽ കൂടെ നോക്കി കൊടുക്കുന്നുണ്ട്. പരിഹാരത്തിന് മാത്രം നേരിട്ട് വന്നാൽ മതിയാവും. ഇനിയിപ്പോൾ നേരിട്ട് വരാൻ പറ്റാത്ത അത്രയും കേസ് വിദേശത്തോ അങ്ങനെയുള്ള ദൂരവൈക്യങ്ങളൊക്കെ ആൾക്കാരാണെങ്കിൽ നമ്മൾ വരാതെയും ചെയ്യുന്നുണ്ട്. മാക്സിമം നേരിട്ട് ചെയ്യില്ലായിരിക്കും നന്നായിരിക്കുക. കണക്ക് നോക്കാൻ നേരിട്ട് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഫോണിൽ കൂടെ നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട്. വാട്സാപ്പിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ വോയിസ് ആയിട്ട് വിടുക. പിന്നെ സ്ഥലപ്പേര്, തറവാട്ടും പേര്, ആരൊക്കെ പ്രശ്നം വെച്ചാൽ ആ പ്രശ്നമുള്ള വ്യക്തിയുടെ പേരും വ്യക്തിയുടെ ഉമ്മാൻ്റെ പേരും കൂട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു വോയിസ് ആയിട്ട് വിട്ടാൽ മതി. അപ്പോൾ പ്രശ്നങ്ങൾ ഒരു വോയിസ് ആയിട്ട് വിടുക, ഒരു വോയിസിൽ നമ്മുടെ അഡ്രസ്സും വോയിസ് ആയിട്ട് വിടുക. പിന്നെ നോക്കാനുള്ളൊരു ഫീസ് ഗൂഗിൾ പേ ചെയ്യുക. നമ്മൾ നോക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ട് വരേണ്ട ചിലവുകളും ചുരുങ്ങി കിട്ടും. നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അയച്ചു തന്നാൽ അതേ വാട്സപ്പിൽ തന്നെ നമ്മൾ അയച്ചു തരും, നോക്കി കാര്യങ്ങൾ വോയിസ് ആയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ സമീപിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ശരിയാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.